അവർക്ക് പടം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ വാവ് ഫാക്ടർ. 75 ആണോ? അങ്ങനത്തെ അല്ല, വേറൊരു ട്രാക്കാണ് ഇതിനകത്ത്. രണ്ടായിരത്തി 2013 ABCD സിനിമയിലാണ് ഫസ്റ്റ് ആയിട്ട് സിനിമയിൽ വരുന്നത്, സ്ക്രീനിൽ വരുന്നത്. അതിനുശേഷം ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു, ഇപ്പം ഇങ്ങനെ വരികയാണ്. ഹക്കീം ഷാ എന്ന് പറയുന്ന ഒരു ആക്ടറിലെ അല്ലെങ്കിൽ ഒരു ആക്ടറിനെ എത്രത്തോളം അതിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇത്രയും ഒരു ഫിലിം കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ തോന്നി? എനിക്ക് എന്നെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതാണ്. ഞാനിപ്പോഴും എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ എന്താ പറയുക, വളരെ കുറച്ച് സിനിമകളല്ലേ ചെയ്തിട്ടുള്ളൂ. ABCD, രക്ഷാധികാരി ബൈജു, കടസിലെ ബിരിയാണി, നായാട്ട്, അർച്ചന 31, ടീച്ചർ, പിന്നെ പ്രണയവിലാസം. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ മാക്സിമം കയ്യിലുണ്ടാകുന്ന, പിന്നെ ഇതിനകത്ത് ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്ത വേഷങ്ങളുമുണ്ട്. അപ്പോൾ മാക്സിമം കൂടിപ്പോയ 10-12 സിനിമകളിലേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും ഒരു എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. എനിക്കിഷ്ടമാണ് എക്സ്പ്ലോർ ചെയ്യാൻ. ഞാൻ തിയേറ്റർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഓരോ മാസം ഇല്ലേ ഓരോ വർഷത്തിൽ 3-4-5 പ്ലേസ് സെറ്റ് ചെയ്ത് പല പല കഥാപാത്രങ്ങളായിട്ട് ചെയ്ത് നോക്കി. ഭയങ്കര രസമായിരുന്നു. ആ ഒരു പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും നമ്മുടെ സ്കൂളിലൊക്കെ ആനുവൽ ഡേയുടെ തലേന്നൊക്കെ ഉള്ളൊരു പ്രതീതിയില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് വൈബിൽ ജീവിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ത്രൂ ഔട്ട് ഇങ്ങനെ ആടിപ്പാടി കല, ഡാൻസ്, പാട്ട്, ഇല്ലെങ്കിൽ തിയേറ്റർ, സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ് ജീവിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലെ ആ സമയത്ത് എനിക്ക് നാടകങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര, അല്ലെങ്കിൽ സ്വയമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് സിനിമ ചെയ്യുമ്പോഴും എനിക്കിങ്ങനെ പുതിയ പുതിയ പരിപാടികൾ ഇൻവെൻറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഡയറക്ടർ അങ്ങനെ സ്പേസ് തരുന്ന അത്രയധികം ഫ്രീഡം ഉള്ള, ഇപ്പോൾ കടകനൊക്കെ ചെയ്തപോലെ അത്രയധികം ഫ്രീഡം ഓഫ് ലൈക്ക് ഭയങ്കര ലൂസായിട്ട് നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മളെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ചില ഡയറക്ടേഴ്സ് അങ്ങനെ ആയിരിക്കില്ല, ചില കഥകൾ അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇത് മതി, ഇല്ലെങ്കിൽ ഇതാണ് കഥ, എൻ്റെ കഥാപാത്രം അത്രേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് ഒരുപാട് ഞാൻ കയ്യിൽ നിന്നിടാനോ എക്സ്പ്ലോർ ചെയ്യാനോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ കഥയെന്നേ അത് പുറത്തു പോകും. അതുകൊണ്ട് ആ ഒരു ഫ്രീഡം കിട്ടുന്നതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് സ്വയം എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. എൻ്റെ ആൻസർ ഞാനിപ്പോഴും എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. വരാൻ പോകുന്നുള്ളൂ. ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം എന്ന് പറയുമ്പോൾ വരാൻ പോകുന്നുള്ളൂ. നല്ല നല്ല ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് രണ്ടുപേരുടെയും ഭാവി പരിപാടികൾ? എന്ത് പരിപാടി? ഞാൻ പരാക്രമം എന്ന് പറഞ്ഞൊരു മൂവി ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, ദേവ് മോഹൻ്റെ കൂടെ. അർജുൻ രമേശ് എന്ന് പറഞ്ഞ പുതിയ ഡയറക്ടറാണ്. നല്ലൊരു ടീമാണ്, നല്ല കുറേ കാസ്റ്റുള്ള നല്ലൊരു വെയിറ്റിംഗ്. ഇതിൻ്റെ ഡബ്ബൊന്നും തുടങ്ങിയിട്ടില്ല. എടുത്ത സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ഇങ്ങനെ യങ്സ്റ്റേഴ്സ്, പുതിയ തലമുറയിലെ നായകന്മാരുടെ കൂടെ ഷൈനിങ്ങും പെപ്പെ അല്ലേ? അതെ. ഓക്കെ, ഇവിടെ അടുത്ത മാസം ചിലപ്പോൾ ഒരു മുറി ഒരു കട്ടിൽ എന്ന് പറഞ്ഞ് ഷാനാസ് ബാബുക്കുട്ടിയുടെ പടം റിലീസ് ഉണ്ടാവും. രഘുനാഥ് പലേരിയാണ് അതിൻ്റെ റൈറ്റർ. അതാണ് എൻ്റെ അത് ഞാൻ കമ്മിറ്റ് ചെയ്യാൻ എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ അതായിരുന്നു. പുള്ളി 13 വർഷങ്ങൾക്ക് ശേഷം എഴുതുന്ന സ്ക്രിപ്റ്റാണ്. അപ്പോൾ വളരെ രസമായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു പരിപാടി. ഇത് വേറെ തന്നെ ഒരു ജോണറാണ്, നമുക്കത് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ ബസൂക്ക ഉണ്ട്, പിന്നെ പറയാനുണ്ടോ? ഞാൻ എന്താ പറയാ, അതൊരു ഭാഗ്യമാണ്, ലിറ്ററലി അത് ഭാഗ്യമാണ്. പിന്നെ ഏതൊരു മലയാളിക്കും ഇല്ലെങ്കിൽ ഏതൊരു ആക്ടർക്കും ഭയങ്കര ആഗ്രഹമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ഈ കടകൻ ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാനകത്ത് അഭിനയിക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ചെയ്യാൻ കാരണം ജാഫർക്കയും അശോകൻ ചേട്ടനൊക്കെ ഡയറക്ടറിനെ പ്രൊഡ്യൂസറിനെ വിളിച്ച് പറഞ്ഞു അത് ജീവിതത്തിൽ കിട്ടുന്ന ഒരു ലോട്ടറിയാണ്, ബ്രേക്ക് ചെയ്യ്, ഞങ്ങൾ സഹകരിക്കാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല. അവർ സഹകരിച്ചു. ഒരാഴ്ചത്തോളം പടം ബ്രേക്ക് ചെയ്തു എന്നെ ബസൂക്കയിൽ അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മമ്മൂക്കയുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റും, അതുപോലെ ത്രൂ ഔട്ട് റോൾ ചെയ്യാൻ പറ്റും, വളരെ ഭാഗ്യമല്ലേ. അപ്പോൾ അത് വിട്ടുകളയരുത് എന്നുള്ളത് പറഞ്ഞിട്ട് അശോകൻ ചേട്ടനും ജാഫർക്കയും ആ പടത്തിന് വേണ്ടിയിട്ട് ഏറ്റവും തിരക്കുള്ള 2 നടന്മാർ അവർ ഹോൾഡ് ചെയ്തു. അതായത് 7 ദിവസം വെറുതെ പോയാലും കുഴപ്പമില്ല. അത്രയധികം സപ്പോർട്ട് ചെയ്തു അവർ എന്നെ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത് മാത്രമല്ല അവർക്ക് അറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഒരു ആക്ടറുടെ വളർച്ചയിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം വലുതാണെന്നുള്ള അവർക്കറിയാം.
അപ്പോൾ അത് വലിയൊരു കാര്യമായിരുന്നു. അങ്ങനെ സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടി. ഇവിടെ നിന്ന് പറയണ്ട, എനിക്ക് അതൊരു വാക്കിലോ ഇല്ലെങ്കിൽ പറഞ്ഞാൽ കൂടിപ്പോവും, അല്ല പറഞ്ഞാൽ കുറഞ്ഞു പോവും. വാക്കുകളിലായിട്ട് ഞാനത് തീർത്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അത് അത്രത്തോളം എൻ്റെ മനസ്സിലുള്ള അത്രത്തോളം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. വളരെ വലിയൊരു ഏതൊരു മലയാളിയും ആഗ്രഹിക്കുന്ന ഒരു പരിപാടി തന്നെ. ലക്കിയാണ്. ഐ എം സോ ലക്കി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ അബൌട്ട് ദാറ്റ്. ഓക്കേ, എങ്ങനെയാണ് എത്തുന്നത് ബസൂക്കയിൽ? ബസൂക്കയിൽ എത്തുന്നത് വേറൊരാൾ ചെയ്യേണ്ടതായിരുന്നു. ഡേറ്റ് ഉണ്ടായിരുന്നില്ല. അവർക്കൊരു 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് മമ്മൂക്ക തലേന്ന് പ്രണയവിലാസം കണ്ടിട്ടുണ്ടായി. അങ്ങനെ പ്രണയവിലാസം കണ്ട് പുള്ളി ഇംപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റി. ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഷൂട്ട് പറയണ്ടല്ലോ, മമ്മൂക്കയുടെ കൂടെ കോമ്പിനേഷൻ സീനായിരുന്നു. ഫുള്ള് കോമ്പിനേഷൻ ആയിരുന്നു. കോമ്പിനേഷൻ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഭയങ്കര ലക്കായി പോയത്. അത് 16-18 ദിവസത്തോളം അല്ലെങ്കിൽ 18 ദിവസത്തിന് മുകളിലെന്തോ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കര വലിയ എന്താ പറയാ, അതൊക്കെ ഒരു എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ഇങ്ങനെ താലോലിക്കുന്ന ഒരു പരിപാടിയാണ്. ഇനിയും പറ്റട്ടെ. ചെയ്യുന്ന മൂവീസ് ഒക്കെ വേറെ ലെവലിലേക്ക്. അല്ല, അത് ആ ഒരു എനർജി, ആ ഒരു പാഷൻ, ആ ഒരു എനിക്കറിയില്ല എങ്ങനെ അത് അൺടച്ചബിൾ അല്ലെങ്കിൽ എന്താ പറയാ, വാക്കുകളില്ല ബേസിക്കലി. അങ്ങനെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ എങ്ങനെ ആയി തീരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആഗ്രഹിച്ചൊരു സംഭവം. ഓക്കെ, ഇനി വരുമ്പോൾ സിനിമകളെ നമുക്ക് എടുക്കാം. സിനിമകളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പണ്ടത്തെ, അതായത് നമ്മുടെയൊക്കെ പാരൻസ് ഒന്നും സിനിമയെ നോക്കി കാണുന്ന രീതിയിലല്ല ഇന്നത്തെ ജനറേഷൻ കാണുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വരികയാണെങ്കിൽ ഒരു സിനിമയെ ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്യും ഇപ്പോഴത്തെ ആളുകൾ. കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ജോണറായാലും ഒക്കെ അനലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു സമയത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓഡിയൻസിലേക്ക് കടകൻ എത്തുമ്പോൾ എത്രത്തോളം റെലവൻ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു പ്യുവർ എൻ്റർടൈനറാണ്, ഭയങ്കര എൻ്റർടൈനറാണ്. ഇതൊരു ഫാമിലി ഡ്രാമയാണ്. ഇപ്പോൾ കുടുംബത്തിനെല്ലാവർക്കും പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ് കടകൻ. പിന്നെ ഈ പറഞ്ഞ പോലെ എൻജോയ് ചെയ്യേണ്ട, എൻ്റർടൈൻ ചെയ്യേണ്ട എല്ലാവിധ ഫാക്ടേഴ്സും അതിനകത്തുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ഫൈറ്റ് ഉണ്ട്, പാട്ടുണ്ട്, റൊമാൻസ് ഉണ്ട്, നല്ല രസമായിട്ട് തമാശകൾ വർക്കൗട്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഫാമിലിയുടെ ഇമോഷൻസ്, അതിൻ്റെ വെയിറ്റേജ് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര രസമായിട്ട് അത് ഹുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തരം കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾക്ക് വേണ്ട ഒരു ചേരുവ തന്നെ ഇതിനകത്ത് വർക്കായിട്ടുണ്ട്. അപ്പോൾ ബാക്കി തിയേറ്ററിൽ പോയി കണ്ട് ജനങ്ങളാണ് പറയേണ്ടത് റെലവൻ്റ് ആണോ അല്ലയോ, വേണോ വേണ്ടതെന്നൊക്കെ അവർ വിധി എഴുതിക്കോളും. നമ്മൾ എത്ര അധികം ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഐ ഫീൽ ലൈക്ക് ഇപ്പോഴത്തെ ഓഡിയൻസ് ഭയങ്കര സ്മാർട്ടായി. എല്ലാ മൂവീസും ഭയങ്കര ഓവർ അനലൈസ് ചെയ്യും. പക്ഷേ ഇത് പറഞ്ഞ പോലെ ഒരു പ്യുവർ എൻ്റർടൈനിങ് മൂവിയാണ്. അങ്ങനെ ആവട്ടെ. ഓവർ അനലൈസ് കോൺഫിഡൻസ്, ഐ മീൻ നമുക്കറിയില്ല ഇപ്പോൾ എങ്ങനെയാണ് ഓഡിയൻസ് എടുക്കണേന്ന്. ഐ ഹോപ്പ് അങ്ങനെ ഇഷ്ടമാവും എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കടകനെ കുറിച്ച് പ്രേക്ഷകരോട് ലാസ്റ്റായിട്ട് പറയാം? കടകൻ സിനിമ ഈ വരുന്ന മാർച്ച് 1 തിയേറ്ററിലെത്തുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ അധികം എഫേർട്ട് എടുത്തിട്ടുള്ള, അതൊന്നും പറയുന്നതിൽ വലിയ കാര്യമില്ലെന്നറിയാം, ഞങ്ങളുടെ എഫേർട്ടിലൂടെ ഒരു വലിയ പ്രസക്തിയില്ല. പക്ഷേ നിങ്ങളെ സന്തോഷിപ്പിക്കാനും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനും മാക്സിമം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, ഞങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതൊരു അടിപ്പടമാണ്, ഇതൊരു ഫാമിലി പടമാണ്, ഇതിൽ ഡ്രാമയുണ്ട്, ഇതിൽ ഇമോഷൻസ് ഉണ്ട്, ഇത് തമാശയുണ്ട്. അപ്പോൾ എല്ലാത്തരം പരിപാടികളും എല്ലാത്തരം ആളുകൾക്കും എങ്ങനെയും തിയേറ്ററിൽ കുടുംബത്തോടെയോ അല്ലാതെയോ പോയി കാണാൻ പറ്റുന്നൊരു പടം തന്നെയാണ്. അത്യാവശ്യം സ്റ്റൈലായിട്ട് തന്നെയാണ് നമ്മളിതിനെ പുൾ ഓഫ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും മാർച്ച് 1 തിയേറ്ററിൽ പോയി കാണുക. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങൾക്ക് വേണം, സപ്പോർട്ട് വേണം. താങ്ക് യു. ഓക്കെ, അപ്പോൾ കടകൻ എല്ലാം കൊണ്ടും അടിപൊളി ഒരു സിനിമയാവട്ടെ പ്രാർത്ഥിക്കാം. എനിക്കും പേഴ്സണലി എൻ്റെ നാട്ടുകാരനാണ് ഡയറക്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു. അടിപൊളിയാവട്ടെ. ശേഷം ഇനി സക്സസ് ആയിട്ടുള്ള ഇന്റർവ്യൂവിൽ നമുക്ക് വീണ്ടും കാണാൻ പറ്റട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.